മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് പിണറായി വിജയനോടൊപ്പം നിൽക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയോടൊപ്പം നിൽക്കുകയാണ് പിണറായി വിജയൻ. അതിന് തക്ക മറുപടി കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. എന്തെങ്കിലും പറയുമ്പോൾ ഈ അപ്പുറത്തെ വീട്ടിലെ തേങ്ങ വെക്കാൻ പോയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, കുറുന്തോട്ടി നോക്കാൻ പോയതാണെന്ന് പറയുന്നത് പോലെയാണ് പിണറായിയുടെ പറച്ചില്. കാരണം ഹിന്ദു വോട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോൾ അവരെ ചേർത്ത് നിർത്താനുള്ള പുതിയ അടവാണ് പിണറായി നടത്തുന്നത് എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ ന്യായീകരിക്കുന്ന പിണറായി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അല്ല, അതിനകത്ത് ഈ കുഞ്ഞാലിക്കുട്ടി ഉദ്ദേശിക്കുന്നത് എല്ലാ മുസ്ലിങ്ങളുടെയും കൂടി വക്താക്കൾ തങ്ങളാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ SDP-യുടെ കൂടെ കുറേ പേരുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ കൂടെ കുറേ പേരുണ്ട്, അതേപോലെ തന്നെ ഏറ്റവും വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലീഗിൻ്റെ കൂടെയുണ്ട്. ഈ പറയുന്ന എല്ലാവരും കൂടി ചേർന്നിട്ട് മുസ്ലിം ഒറ്റ വിഭാഗമാണെന്ന് അങ്ങനെ ഒരു ശ്രമം നടത്തിയ ആളാണ് പണ്ട് PK കുഞ്ഞാലിക്കുട്ടി. അത് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ പറയാം. അങ്ങനെയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമം മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേരെ ഏറ്റെടുക്കാനുള്ള പരിശ്രമത്തിലാണ് കുഞ്ഞാലിക്കുട്ടി. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന പൂർണ്ണമായിട്ട് വായിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ജനവിരുദ്ധ നയത്തിനെതിരായിട്ടാണ്, അവരുടെ സ്വാധീനത്തിനെതിരായിട്ടാണ്, മുസ്ലിങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ടാണ് പ്രസ്ഥാനം വന്നിരിക്കുന്നത്. അവിടെ മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇന്നും സാധാരണക്കാരായിരിക്കുന്ന ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട് എന്നുള്ള വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താണ് വെള്ളാപ്പള്ളി നടേശൻ. അതിന് നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പം ഇവരെന്താ പറയുന്നത്, റംസാൻ കാലത്ത് ഏത് ഹോട്ടലാണ് തുറന്നു വയ്ക്കുന്നത്? മലപ്പുറം ജില്ലയിൽ തുറക്കാൻ പറ്റുന്നുണ്ടോ? എന്താ ലീഗിൻ്റെ നിലപാടെന്താ? ലീഗ് മതേതരത്വ പ്രസ്ഥാനമല്ലേ? എന്നാൽ ഹോട്ടലൊക്കെ തുറന്നു വയ്ക്കാൻ പറയട്ടെ. അവിടെ ഹിന്ദുക്കളുണ്ടല്ലോ, അവിടെ എത്ര ശതമാനം അവിടെ മുസ്ലിം ജനസംഖ്യ ഉള്ളത്? അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ എത്ര % ഉള്ളത്? നാമമാത്രമായിട്ടാണുള്ളത്. മുസ്ലിം ഭൂരിപക്ഷമൊന്നുമില്ല. അത് അവിടെ ഹിന്ദുക്കളും അതേപോലെ തന്നെ ഉണ്ട്. നാമമാത്രമായിട്ടാണെങ്കിൽ ക്രിസ്ത്യാനികൾ അവിടെ താമസിക്കുന്നുണ്ട്. ഈ പറയുന്ന ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഇവിടെ ഏത് ഹോട്ടലാണ് മലപ്പുറം ജില്ലയിൽ തുറന്നു വയ്ക്കുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി ആദ്യം വ്യക്തമാക്കേണ്ടതാണ്. അതേപോലെ തന്നെ രണ്ടാമതൊന്ന്, അവിടെ സിനിമാ തിയേറ്ററുകളുണ്ട്. ഏത് സിനിമാ തിയേറ്ററാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഇതൊന്നും പ്രവർത്തിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും അനുവദിക്കില്ലല്ലോ. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും അനുവദിക്കാത്ത, ഹോട്ടൽ തുറക്കാത്ത, സാധാരണ വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്ത, ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ സാധിക്കാത്ത, ഒരു സിനിമ പോലും കാണാൻ സാധിക്കാത്ത രീതിയിലേക്ക് കേരളത്തെ പിന്നാക്കം കൊണ്ടുപോകുന്ന മത തീവ്രവാദ നിലപാടിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കേണ്ടി വന്നതാണത്. നിവൃത്തിയിലാണ് അംഗീകരിച്ചതാണത്. പിണറായി വിജയൻ്റെ മരുവന് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. റഹീം ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. PK ഷംസീർ അതിന് അംഗീകരിക്കാൻ വേണ്ടി സാധ്യതയില്ല. ഇവരൊക്കെ അംഗീകരിക്കാതിരിക്കുന്ന സമയത്തും നിർഭയമൊന്നുമല്ല കേട്ടോ, അല്പം ഉള്ളിൽ ഭയത്തോടു കൂടിക്കൊണ്ട് തന്നെ പിണറായി വിജയൻ അവിടെ ആലപ്പുഴ ചെന്ന് കഴിഞ്ഞ് ഇതിനെ പിന്താങ്ങാനുള്ള ഏക കാരണം അതിന് തിരക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹിന്ദു വോട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് പിണറായി വിജയനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ഇത് പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് അധികാരമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കേണ്ട വസ്തുത, മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന, ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, കുഞ്ഞാലിക്കുട്ടിയോടൊന്ന് ചോദിക്കട്ടെ, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നേതാവിനെ മതി കേട്ടോ, ഞാൻ പറയുന്നത് സാധാരണ മുസ്ലിമിനെ കൊണ്ടുവരണമെന്ന് പറയുന്നില്ല, പിന്നാക്ക സമുദായത്തിൽപ്പെടുന്ന ഏതെങ്കിലും മുസ്ലിമിന് ലീഗിൻ്റെ അധ്യക്ഷനാകാൻ വേണ്ടി സാധിക്കുമോ? ഏതെങ്കിലും തങ്ങൾ കുടുംബത്തിലല്ലാത്ത ഒരാൾക്ക്, PK കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല എക്സാമ്പിൾ ഞാൻ പറയട്ടെ, PK കുഞ്ഞാലിക്കുട്ടിക്ക് ആകാൻ സാധിക്കുമോ? മറ്റേ MK മുനീർ ആകാൻ വേണ്ടി സാധിക്കുമോ? സമദാനിക്കാകാൻ വേണ്ടി സാധിക്കുമോ? ഇവർക്കൊന്നും ആകാൻ സാധിക്കില്ലല്ലോ. കാരണം എന്താ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ഒരു കുടുംബത്തിന്, തങ്ങൾ ജാതി വിഭാഗത്തിന് അടിയറ വച്ചിരിക്കുകയാണ്. എങ്ങനെ അടിയറ വച്ചിരിക്കുന്ന ആളുകളാണ് പറയുന്നത് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്? ആത്മാഭിമാനമുണ്ട് ഇയാൾക്ക്? അല്പം ഒരു ഉളുപ്പുണ്ട് ഇയാൾക്ക് അതിനകത്ത്? ഇയാൾക്ക് ഏതെങ്കിലും, ഞാൻ വേറൊന്ന് പറയട്ടെ, മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കുന്നവർ ആരൊക്കെയാണ്? പിന്നാക്കക്കാരന് മുസ്ലിം ലീഗിൽ അംഗത്വം കൊടുക്കുമോ? ഇസ്ലാംകാരന് കൊടുക്കുമോ? ഒസാന് കൊടുക്കുമോ? അങ്ങനെ എത്ര വിഭാഗങ്ങളാണ് മുസ്ലിങ്ങളുള്ളത്. ഇവർക്ക് ആർക്ക് ലീഗിൽ അംഗത്വം കൊടുക്കാൻ ഈ കുഞ്ഞാലിക്കുട്ടി തയ്യാറല്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി ആകെ ഞങ്ങൾ മതേതരമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം മതേതരവാദിയാകുന്നില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സച്ചാർ കമ്മീഷന് റിപ്പോർട്ട് വന്നു, 2005 വരുന്നത്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറ്റുമാണത്. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഉടനെ ഉമ്മൻചാണ്ടി തീരുമാനമൊന്നും എടുക്കില്ല, അസാമാന്യമായിട്ട് ബുദ്ധിയുള്ള ആളാണ്. ടിയാൻ ഉടനെ കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു,
മാപ്പിളമാർക്ക് സംവരണം കൊടുക്കണമെന്നാണ് സച്ചാർ കമ്മീഷന്റെ നിഗമനം. അതിലും ആരൊക്കെയാണ് മുസ്ലിങ്ങളുടെ മാപ്പിളമാരുള്ളത്? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റൂല, എനിക്ക് പിന്നെ ആരോട് ചോദിക്കണം? എനിക്ക് കോയോട് ചോദിക്കണം. ആരാ കോയ? അന്നത്തെ NDF ചെയർമാൻ, ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ്. അയാളെ പോയി കാണുകയാണ്. അയാളെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എല്ലാ മുസ്ലിങ്ങളും മാപ്പിളമാരാണെന്ന് അങ്ങോട്ട് കയറി പറഞ്ഞോ എന്ന് പറഞ്ഞു. കാരണം അതാണ് NDF താല്പര്യം. NDF താല്പര്യപ്രകാരം എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുവാനുള്ള സച്ചാർ കമ്മീഷനകത്ത് തിരികെ കയറ്റുവാനുള്ള കാരണം, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയുള്ള നിയമത്തിന്റെ കാരണം, അതിന് കാരണം കുഞ്ഞാലിക്കുട്ടിയാണ്, കോയയാണ്, ഉമ്മൻചാണ്ടിയാണ്. ഇവർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. പിൽക്കാലത്ത് 2006 മറ്റാണ് പിന്നെ വരുന്നത് VS അച്യുതാനന്ദനാണ് വരുന്നത്. അച്യുതാനന്ദൻ അതിന് സമയത്ത് എന്താ ചെയ്ത്? പാലളി കമ്മീഷനെ കൊണ്ടുവച്ചു. എന്താ പാലളി കമ്മീഷൻ പറഞ്ഞത്? ഈ പറയുന്നവരെല്ലാവരും മുസ്ലിങ്ങളാണ്. പാലളിയാണല്ലോ പറഞ്ഞത്. പാലളി മുഹമ്മദ് കുട്ടി കടുത്ത മതേതരവാദിയായിരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹമാണ് പറഞ്ഞ് ഞങ്ങളെല്ലാ മുസ്ലിങ്ങളും ഒന്നാണ്. പക്ഷെ ഞാൻ പാലളി ഒരു ചോദ്യം ചോദിക്കട്ടെ. പാലളി ഈ പറയുന്ന പിസ്സല എന്ന് പറയുന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളെ നിങ്ങൾ തങ്ങൾ കുടുംബത്തിൽ വിവാഹം കഴിച്ചു കൊടുക്കുമോ? ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കുമോ? അവിടുത്തെ ഒരു പുരുഷനെ നിങ്ങൾ വിവാഹം കഴിക്കുമോ? സമ്മതിക്കില്ലല്ലോ. കടുത്ത ജാതി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമിക തീവ്രവാദികൾ. അവിടെ ജാതിയാണ്. സാധാരണ മുസ്ലിം അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സാധാരണ മുസ്ലിമിന് വസ്ത്രം ധരിക്കാൻ നിവൃത്തിയില്ല. അവിടുത്തെ സ്ത്രീകൾ പർദ്ദ ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർ സ്റ്റേജിൽ കയറണമെന്ന് തീരുമാനിക്കുന്നത് മറ്റൊരു തങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇവർ റോട്ടിൽ കൂടി സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതൊരു തങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നാക്കക്കാരായിരിക്കുന്ന മുസ്ലിങ്ങളുടെ മുഴുവൻ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന അതിഭീകരന്മാരായിരിക്കുന്ന പ്രസ്ഥാനമാണ് തങ്ങളുമാര്. ഈ തങ്ങളുമാര് സംരക്ഷിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ്. എന്താ മുസ്ലിം ലീഗ് വടക്കേ ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാത്തതിന്റെ കാരണം എന്താ? ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി ഒന്ന് പറയട്ടെ. അതിന് അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ഉണ്ടല്ലോ. ആരാ അഖിലേന്ത്യാ പ്രസിഡന്റ്? കേരള പ്രസിഡന്റിന്റെ താഴെയുള്ള ഒരാള്. കാരണം അവരുടെ ഏറ്റവും വലിയ ആൾ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അതിൻ്റെ താഴെ വരുള്ളൂ ഓൾ ഇന്ത്യ പ്രസിഡന്റ്. ഓൾ ഇന്ത്യ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന പോലും സംസ്ഥാന അധ്യക്ഷനാണ്. അതിന് കാരണം ഈ പറയുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഇത് ക്ലച്ച് പിടിക്കില്ല. ആ ക്ലച്ച് പിടിക്കാതിരിക്കാൻ കാരണം ഉത്തർപ്രദേശിൽ കൂടുതൽ സുന്നികളല്ല, അവിടെ ഷിയകളാണ്, അവിടെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിമാണ്. അവരാരും ലീഗിൽ മെമ്പർഷിപ്പ് ഇവർ കൊടുക്കൂല. മഹാരാഷ്ട്രയിലുള്ള മുസ്ലിങ്ങൾ ആരാണ്? അവർ പിന്നോക്കക്കാരായിട്ടുള്ള ആളാണ്. മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ രൂപീകരണത്തെ ഇവരെന്താ സപ്പോർട്ട് ചെയ്തിരിക്കാൻ കാരണം? PK കുഞ്ഞാലിക്കുട്ടിയുടെ ആളുകൾ. കാരണം ഷിയപ്പെട്ട ആളാണ് മുഹമ്മദ് അലി ജിന്ന. അതിനു മുമ്പ് ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നവരാണ് ഇവര് പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് നിലവിലിരിക്കുന്ന മുസ്ലിം ലീഗ്. അല്ലാന്ന് ഇവരൊന്ന് പറയട്ടെ. ഇവരുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ ഇതിനുമുണ്ടായിരുന്ന ഒരു അധ്യക്ഷൻ എങ്ങനെയാണ് നാട് വിട്ടത്, പാകിസ്ഥാനിലേക്ക് പോയത് എന്നുള്ള ചരിത്രം കൂടി കുഞ്ഞാലിക്കുട്ടി പറയണം. അപ്പോ ഇതൊക്കെ എല്ലാം നിലവിലിരിക്കുന്ന ആളുകളാണ്. ഇതിനൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ചില സത്യങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു കുട്ടി പാകിസ്ഥാനായിട്ട് ഈ പറയുന്ന മലപ്പുറം ജില്ലയെ വളർത്തിയെടുക്കാനുള്ള ഒരു താല്പര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. എത്ര നിയോജകമണ്ഡലങ്ങൾ അവിടെ കൂടിയിരിക്കുന്നത്? 4 നിയോജകമണ്ഡലം കൂടിയില്ലേ? അവിടെ ഇപ്പുറത്ത് പത്തനംതിട്ടയിൽ 1 2 മറ്റോ കുറഞ്ഞു. അതുപോലെ കോട്ടയം ജില്ല, പല ജില്ലകളും കുറഞ്ഞു വരുന്നു. ഇവിടെ നിയോജകമണ്ഡലം കൂടുന്നു എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ്. മലപ്പുറം ജില്ലയിലും 4 നിയോജകമണ്ഡലം കൂടുക. എത്ര വോട്ട് അവിടെ കൂടുക? 5-8 ലക്ഷം വോട്ടുകളാണ് അവിടെ വർദ്ധിക്കുന്നത്. ഈ വർദ്ധിക്കുന്നതിന് കണക്ക് വേണ്ടേ? ജനസംഖ്യാ പെരുപ്പത്തിൻ്റെ ഒരു മാനദണ്ഡം വേണ്ടേ? ഇതൊക്കെ വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മെക്കെട്ട് കയറാൻ തീരുമാനിച്ചാൽ ഇതൊന്നും കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ പഴയ സംഗതിയാണ്. പഴയ കാലത്ത് ഇതൊക്കെ നടക്കും. ഇത് നടക്കില്ലെന്ന് ഇന്ന് കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചാലും ഇതൊന്നും നടക്കില്ല. കാരണം അതിശക്തമായ രീതിയിൽ നേരിടാനുള്ള ഒരു കരുത്ത് ഇവിടുത്തെ കേരളത്തിലെ മറ്റു പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇവർ പഴയകാലം സ്വന്തമായിട്ട് ജില്ല വാങ്ങിച്ചല്ലോ. ഇവർ മതത്തിൻ്റെ പേരിൽ രാജ്യം വാങ്ങിച്ചു, രാഷ്ട്രം വാങ്ങിച്ചു, പാകിസ്ഥാൻ. അതിനുശേഷം സ്വന്തമായിട്ട് ജില്ല വാങ്ങിക്കുന്നു, മലപ്പുറം ജില്ല. അതിന് മുസ്ലിം ജില്ല എന്നുള്ള പേര് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞാൻ വേറെ ഒന്നുകൂടി ചോദിക്കട്ടെ. ഈ പറയുന്ന മതേതരത്വം പ്രസംഗിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് അന്തസ്സോട് പറയാൻ സാധിക്കുമോ? മലപ്പുറം ജില്ലയിലാണ് മലയാള ഭാഷയുടെ പിതാവായിരിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ തിരൂരില് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി തയ്യാറാകുമോ? അനുവദിക്കുമോ? മുസ്ലിം ലീഗ് അനുവദിക്കുമോ?
കേരള സർക്കാർ തീരുമാനം എടുക്കുമോ? എന്താ തീരുമാനം? ലോകത്തിലെ എല്ലാ രാജ്യത്തും അതാത് ഭാഷാ പണ്ഡിതന്മാരുടെ, ഭാഷാ ആചാര്യന്മാരുടെ, ഭാഷാ പിതാക്കന്മാരുടെ ഒക്കെ പ്രതിമ സ്ഥാപിക്കാൻ ഒരു പ്രശ്നമില്ല. ഷേക്സ്പിയറുടെ പ്രതിമ ലണ്ടനിൽ സ്ഥാപിക്കാൻ പ്രശ്നമില്ല. അങ്ങനെയുള്ള ലോകത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾ പ്രതിമ സ്ഥാപിക്കാം. പക്ഷേ കേരളത്തിൽ സാധ്യമല്ല, മലപ്പുറം ജില്ലയിൽ സാധ്യമല്ല. അത് കുഞ്ഞാലിക്കുട്ടി അനുവദിക്കില്ല, പാണക്കാട് ശിഹാബ് തങ്ങൾ അനുവദിക്കില്ല, മുസ്ലിം ലീഗ് അനുവദിക്കില്ല, ഇസ്ലാമിക തീവ്രവാദികൾ അനുവദിക്കില്ല. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന സഹോദരൻ്റെ പേരാണ് PK കുഞ്ഞാലിക്കുട്ടി. ആ കുഞ്ഞാലിക്കുട്ടി കയറിയിട്ട് വെള്ളാപ്പള്ളി നടേശന് ചൊറിയാൻ നിന്നാൽ അത് ഒരു കാരണവശാലും കേരളത്തിൽ ഞാനത് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല.